ഗൾഫ് ഫോക്കസ് റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഖത്തർ അമീർ ഷെയ്ഖ് ഹമീം ബിൻ ഹമദ് അൽ താനി ഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറിനെ സ്വീകരിച്ചു. പ്രോട്ടോകോൾ മാറ്റിവെച്ച് വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് ഖത്തർ അമീറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ പ്രദർശന മേളയെന്നറിയപ്പെടുന്ന ഗൾഫ് ഫുഡിന് ദുബായിൽ തുടക്കമായി. ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിലെ 128 രാജ്യങ്ങളിൽ നിന്നായി 5500 പ്രദർശകരാണ് മേളയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ഗൾഫ് ഫുഡ് പ്രദർശനം 21-ന് സമാപിക്കും. ഭക്ഷ്യവൈവിധ്യങ്ങളുടെ മഹാമേളയ്ക്ക് ദുബായിൽ തിരിതെളിഞ്ഞിരിക്കുകയാണ്. ദി നെക്സ്റ്റ് ഫ്രോണ്ടിയർ ഇൻ ഫുഡ് എന്ന പ്രമേയത്തിൽ നടക്കുന്ന മേളയിൽ 5500 പ്രദർശകരാണ് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ഇന്ത്യ മേളയിലെ സജീവ സാന്നിധ്യമാണ്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ 24 ഹാളുകളിലായാണ് പരിപാടി നടക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രശസ്തരായ ഷെഫുമാരെ നേരിട്ടറിയാനും അവരുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ പരീക്ഷിക്കാനും അവസരമുണ്ടാകും. ഭക്ഷ്യമേഖലയുമായി ബന്ധപ്പെട്ട നിരവധി സെമിനാറുകളും മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. മേളയിൽ $2000 കോടി വ്യാപാര ഇടപാടുകൾ നടക്കുമെന്നാണ് കരുതുന്നത്. 5 ദിവസങ്ങളിൽ നടക്കുന്ന മേള ഈ മാസം 21-ന് സമാപിക്കും. 24 ദുബായ്. സ്ത്രീകൾക്കായി നൈല കളക്ഷൻ എന്ന പേരിൽ പുതിയ കളക്ഷൻ പുറത്തിറക്കി നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറി. പുതിയ തലമുറയിലെ സ്ത്രീകളുടെ കരുത്തിനും വ്യക്തിത്വത്തിനുമുള്ള ആദരമായാണ് കളക്ഷൻ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് നിഷ്ക ഭാരവാഹികൾ ദുബായിൽ അറിയിച്ചു. റേഡിയോ സിനിമാ താരം നൈല ഉഷയുമായി ചേർന്നാണ് നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറി പുതിയ കളക്ഷന് തുടക്കമിട്ടത്. സ്ത്രീകളുടെ ആത്മവിശ്വാസം, അഭിമാനം, ഉൾക്കരുത്ത് എന്നിവ ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യത്യസ്തമായ കളക്ഷൻ ജ്വല്ലറി പുറത്തിറക്കിയിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറുതോ വലുതോ ആയ ഓരോ സന്ദർഭങ്ങളിലും അവളുടെ സ്വത്വം പ്രതിഫലിപ്പിക്കുന്നതിന് ഉതകുന്ന രീതിയിലാണ് നൈല കളക്ഷനിലെ ഓരോ ആഭരണവും രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. സൗന്ദര്യത്തിനൊപ്പം എന്നും സ്ത്രീയുടെ കരുത്തും നിശ്ചയദാർഢ്യവും സന്തോഷങ്ങളും ആഘോഷമാക്കുന്ന ഒരു ബ്രാൻഡാണ് നിഷ്ക എന്നും ഈ മൂല്യങ്ങൾ കൃത്യമായ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്ന വ്യക്തിത്വമാണ് നൈല ഉഷയുടേതെന്നും മോറിക്കാപ്പ് ഗ്രൂപ്പ് ചെയർമാനും സിഇഒയുമായ നിഷിൻ തസ്ലീം അഭിപ്രായപ്പെട്ടു. നൈലയെ നമ്മൾ ചൂസ് ചെയ്യാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. നമ്മളെ ബ്രാൻഡായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നുള്ള നിലക്കാണ് നമ്മൾ നൈലനെ ചൂസ് ചെയ്യാനുള്ള കാരണം. അത് നമ്മളൊരു ബിസിനസ് മോഡലിൻ്റെ ഭാഗം കൂടിയാണ്. ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ഹൈപ്പർ ലോക്കൽ ബിസിനസ് മോഡലാണ്. ആ ഭാഗത്തിൽ നമ്മളൊരു ലോക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫ്ലുവൻസസ് നന്നായിട്ട് ആ കമ്മ്യൂണിറ്റി ദുബായ് എന്നൊരു വലിയ മാർക്കറ്റിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ് നൈല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നൈല നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പുതിയ ആഭരണങ്ങളിലൂടെ നിഷ്കയുടെ യാത്രയുടെ ഭാഗമാകുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്ന് നൈല ഉഷ പറഞ്ഞു. നിഷ്കയുടെ നൈല കളക്ഷൻ കരാമ സെൻട്രലിലെ നിഷ്ക സ്റ്റോറിലും അൽബർഷയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലും ലഭ്യമാണ്. 24 ദുബായ്. ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിൽ ഇപ്സ്വിച്ച് യുണൈറ്റഡ് സ്പോർട്ടിംഗ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഫുട്ബോൾ മേള ഇപ്സ്വിച്ച് സൂപ്പർ ലീഗ് സമാപിച്ചു. 10 ടീമുകൾ അണിനിരന്ന പോരാട്ടത്തിൽ ഓപ്പൺ വിഭാഗത്തിൽ ന്യൂസിലാൻഡ് ടസ്കേഴ്സ് ചാമ്പ്യന്മാരായി. ക്യൂൻസ്ലാൻഡ് ബോയ്സ് ആണ് റണ്ണേഴ്സ് അപ്പ്. വനിതാ വിഭാഗത്തിൽ സ്ട്രേറ്റൺ സ്ട്രൈക്കേഴ്സ് ജേതാക്കളായപ്പോൾ യുണൈറ്റഡ് കേരള ബ്രിസ്ബെയിൻ 2ാം സ്ഥാനക്കാരായി. അണ്ടർ 14 വിഭാഗത്തിലും അണ്ടർ 10 വിഭാഗത്തിലും റോയൽ ചലഞ്ചേഴ്സ്, ഡ്രീം സെജേഴ്സ് എന്നീ ടീമുകളും കിരീടമണിഞ്ഞു. വിജയികൾക്ക് ബ്ലെയർ MP ഷെയ്ൻ ന്യൂമാൻ ട്രോഫികൾ സമ്മാനിച്ചു. യുണൈറ്റഡ് സ്പോർട്ടിംഗ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാർലറ്റ് പുതുശ്ശേരിൽ, ഇപ്സ്വിച്ച് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ജോബ് ചുണ്ടങ്ങ, FICQ പ്രസിഡന്റ് ഡോക്ടർ പ്രീതി എന്നിവർ പങ്കെടുത്തു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ കേന്ദ്രം നൽകിയ വായ്പാ തുക വകുപ്പുകൾക്ക് കൈമാറാൻ ധാരണ. ഡെപ്പോസിറ്റ് സ്കീം പ്രകാരം പദ്ധതി നടപ്പിലാക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ധാരണ. പുനരധിവാസത്തിൽ വീടുകളുടെ ചെലവ് പുനഃപരിശോധിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. തുക പുനഃപരിശോധിക്കാൻ കിഫ്കോണിനോട് ആവശ്യപ്പെടും. തുക കൂടിപ്പോയി എന്ന വിമർശനം സ്പോൺസർമാരും പ്രതിപക്ഷവും നേരത്തെ ഉന്നയിച്ചിരുന്നു. ജ്ഞാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു. നിയമ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 1988 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് ജ്ഞാനേഷ് കുമാർ. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, നേരത്തെ രാഹുൽ ഗാന്ധി അടക്കം ഉയർത്തിയ എതിർപ്പ്, യോഗത്തിൽ നടന്ന നാടകീയമായ സംഭവങ്ങൾ, അതിന് പിന്നാലെ വളരെ പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തുന്നു. ബൽറാം, വിവരങ്ങൾ. സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് ജ്ഞാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തീരുമാനിച്ചുകൊണ്ടുള്ള
തീരുമാനം ഈ യോഗത്തിൽ എടുത്തത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി സുപ്രീം കോടതി ഈ വിഷയം പരിഗണിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഈ അഭ്യർത്ഥന യോഗം തള്ളുകയാണ് ഉണ്ടായത്. തുടർന്ന് ജ്ഞാനേഷ് കുമാറിനെ അടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തീരുമാനിക്കുകയായിരുന്നു. ഈ തീരുമാനം മായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. 1988 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് ജ്ഞാനേഷ് കുമാർ. അദ്ദേഹം ഡൽഹി കേരള ഹൌസിന്റെ റെസിഡന്റ് കമ്മീഷണർ ആയിരിക്കെയാണ് കേന്ദ്ര സർവീസിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകുന്നതും പിന്നീട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിക്കുകയും ചെയ്യുന്നത്. ഒട്ടേറെ നിർണായക സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് ജമ്മു കശ്മീരിൽ അനുച്ഛേദം 370 റദ്ദാക്കിയ ഘട്ടത്തിൽ ജമ്മു കശ്മീരിന്റെ ചുമതല ആഭ്യന്തര മന്ത്രാലയത്തിൽ വഹിച്ചിരുന്നത് അദ്ദേഹത്തിനായിരുന്നു. ഇത്തരത്തിൽ നിർണായകമായ പദവികൾ ഒപ്പം തന്നെ ഉത്തരവാദിത്തങ്ങൾ വഹിച്ച ജ്ഞാനേഷ് കുമാറാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം നിലവിലുള്ള 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിൽ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനും അദ്ദേഹമാണ്. ഈ സാധാരണ നിലയിൽ ഇത്തരത്തിൽ മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിൽ ഏറ്റവും അനുഭവ പരിചയമുള്ള ആളെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുന്നതായിരുന്നു രീതിയെങ്കിൽ പിന്നീട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമിതി രൂപീകരിക്കുകയും അതിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം തഴഞ്ഞുകൊണ്ടൊരു തീരുമാനം എടുക്കുകയുമായിരുന്നു. ഇതിനെതിരെ നേരത്തെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിനിടെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ തന്നെ എതിർപ്പ് അറിയിച്ചിരുന്നു. തുടർന്ന് ഇന്ന് യോഗത്തിലും അക്കാര്യം ആവർത്തിക്കുകയായിരുന്നു. ഇത് തള്ളിക്കൊണ്ടാണ് ജ്ഞാനേഷ് കുമാറിനെ അടുത്ത അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്തത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ജ്ഞാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. സംസ്ഥാന കോൺഗ്രസിൽ തലവേദന സൃഷ്ടിച്ച ശശി തരൂരിന്റെ ലേഖന വിവാദത്തിൽ ഇടപെട്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വം. AICC നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ ശശി തരൂരുമായി സംസാരിച്ചു. അതിനിടെ CPM-നെ നരഭോജി എന്ന് വിശേഷിപ്പിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ശശി തരൂർ പിൻവലിച്ചു. വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ ലേഖന വിവാദത്തിന് പിന്നാലെ അസാധാരണ നീക്കങ്ങളും പ്രതികരണങ്ങളുമാണ് കോൺഗ്രസിൽ നിന്നും ഉണ്ടാകുന്നത്. സംസ്ഥാന കോൺഗ്രസിൽ വേണ്ട വിധത്തിലുള്ള പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി ശശി തരൂരിനുണ്ടായിരുന്നു. ഈ പരാതികൾ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തരൂർ തന്നെ കുപ്പിയിൽ നിന്നും തുറന്നുവിട്ട ഭൂതമാണ് ലേഖന വിവാദമെന്ന് കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് തന്നെ അഭിപ്രായമുണ്ട്. വിവാദം പാർട്ടിക്കുള്ളിൽ പ്രശ്നമായതോടെയാണ് AICC നേതൃത്വത്തിന്റെ ഇടപെടൽ. KPCC അധ്യക്ഷൻ K സുധാകരൻ പാർട്ടി നിലപാടിനൊപ്പം നിൽക്കണമെന്ന് ശശി തരൂരിനോട് ആവശ്യപ്പെട്ടു. ശശി തരൂരിന്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്നായിരുന്നു K സുധാകരന്റെ പ്രതികരണം. ഞാൻ പറയേണ്ട കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ട് ശശി തരൂറിന്. വ്യക്തിപരമായി ഞാൻ എൻ്റെ സ്വാതന്ത്ര്യമെല്ലാം എടുത്ത് നല്ല ഉപദേശം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉറച്ച നിലപാടിലാണ്. ശശി തരൂരിനെ കണക്കുകൾ നിർത്തി ബോധ്യപ്പെടുത്തുമെന്ന് VD സതീശൻ. അത് ഇന്നലെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനുള്ള മറുപടിയല്ല. അദ്ദേഹത്തിന് ഞാൻ തീർച്ചയായിട്ടും ഞങ്ങൾ ബ്രീഫ് ചെയ്ത് കൊടുക്കും അദ്ദേഹത്തിനുണ്ടെങ്കിൽ. ഇതിനിടെയാണ് CPM-നെ വിമർശിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ശശി തരൂർ പിൻവലിച്ചത്. CPIM നരഭോജികൾ കൊലപ്പെടുത്തിയ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും രക്തസാക്ഷി ദിനം എന്നായിരുന്നു ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ CPM നരഭോജികൾ എന്നുള്ളത് ഒഴിവാക്കി കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ചിത്രങ്ങൾ മാത്രം ഉൾപ്പെടുത്തി പുതിയ പോസ്റ്റ് പിന്നീട് പ്രത്യക്ഷപ്പെട്ടു. ഇതും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. പെരിയാനുസ്മരണ വേദിയിൽ CPM-നെതിരെ തെറിവിളിയും ഭീഷണിയുമായി കോൺഗ്രസ് നേതാക്കൾ. CPM നേതാക്കൾക്കെതിരെ അതിരൂക്ഷ അസഭ്യപ്രയോഗങ്ങളോടെയായിരുന്നു KPCC അധ്യക്ഷൻ K സുധാകരന്റെ പ്രസംഗം. പരോളിൽ നാട്ടിലിറങ്ങി സ്വൈര്യമായി നടക്കാമെന്ന് പ്രതികൾ കരുതേണ്ട എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭീഷണി. പെരിയ കേസിൽ കൊച്ചി CBI കോടതിയുടെ വിധി വന്ന ശേഷമുള്ള ആദ്യ അനുസ്മരണ യോഗത്തിലാണ് KPCC അധ്യക്ഷൻ K സുധാകരന്റെ പ്രസംഗം. കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാരെ ആശുപത്രിയിലാക്കിയത് ഓർമ്മപ്പെടുത്തിയ K സുധാകരൻ കോൺഗ്രസ് സമാധാനം പാലിക്കുന്നതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ജീവിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഓർമ്മ പുതുക്കിയ K സുധാകരൻ CPIM-കാർക്കെതിരെ ചൊരിഞ്ഞത് അസഭ്യവർഷം. എന്തിനാണ് ഈ കുട്ടികളെ ഇല്ലാതാക്കിയത് എന്നതിന് CPM-ന്റെ തെണ്ടികൾ മറുപടി പറയണം. എന്ത് കിട്ടി CPM-ന്? 2 ചെറുപ്പക്കാരെ, 2 കുടുംബത്തെ തെരുവാധാരമാക്കിയ ഈ നാണം കെട്ട ചെറ്റകൾക്ക് എന്ത് കിട്ടി എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം. പെരിയ കേസിൽ പരോളിന് അപേക്ഷ നൽകിയവർ പുറത്തിറങ്ങി സ്വൈര്യമായി നടക്കാമെന്ന് കരുതേണ്ട എന്നായിരുന്നു
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ഭീഷണി. അങ്ങനെ പരോളിന് ഇറങ്ങാമെന്നോ, അങ്ങനെ പരോളിൽ ഇറങ്ങിയാൽ സ്വൈര്യമായി നടക്കാമെന്നോ ഒരു സുമേഷും ഒരു സുരേന്ദ്രനും വിചാരിക്കേണ്ട എന്ന കൃത്യമായ താക്കീത് കൂടിയാണ് ഈ അവസരത്തിൽ തരുവാൻ ആഗ്രഹിക്കുന്നത്. CPIM-ന്റെ കൊലപാതക രാഷ്ട്രീയം നാടിന്റെ സംസ്കാരത്തിന് കളങ്കമായെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും പറഞ്ഞു. 24 കാസർഗോഡ്. പത്തനംതിട്ട പെരുന്നാട് ജിതിൻ വധക്കേസിൽ മുഴുവൻ പ്രതികളും അറസ്റ്റിൽ. മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെ 5 പ്രതികളെ ആലപ്പുഴയിലെ നൂറിനാട് നിന്നാണ് പോലീസ് പിടികൂടിയത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നും കൊലയ്ക്കുപയോഗിച്ച ആയുധങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ആകെ 8 പ്രതികളാണ് കേസിലുള്ളത്. കൊലപാതകത്തിൽ രാഷ്ട്രീയ വൈരമൊന്നും ചൂണ്ടിക്കാട്ടാതെയാണ് FIR. എന്നാൽ ജിതിനെ കൊലപ്പെടുത്തിയത് RSS എന്ന് ആവർത്തിക്കുകയാണ് CPIM. ജിതിനെ കുത്തിയ മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെ 5 പ്രതികളെയാണ് ഇന്ന് ഉച്ചയോടെ പോലീസ് നൂറനാട് എന്ന് പിടികൂടിയത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് ആയുധങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ഈ ആയുധങ്ങളാണോ കൊലയ്ക്ക് ഉപയോഗിച്ചതെന്ന് ഉറപ്പുവരുത്തും. കേസിലെ പ്രതിയായ ആരോമലും കൊല്ലപ്പെട്ട സംഘത്തിലുണ്ടായിരുന്ന അനന്തവും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ഒടുവിൽ ആക്രമണത്തിലേക്കും അരുംകൊലയിലേക്കും എത്തിയത്. FIR-ൽ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്ന പരാമർശമില്ല. CITU പ്രവർത്തകനായ ജിതിനെ കൊലപ്പെടുത്തിയത് RSS ആണെന്ന് CPIM ആരോപിക്കുന്നു. ഇവർ രാഷ്ട്രീയ കൊലപാതകമായതുകൊണ്ടാണല്ലോ ഇവർ പ്ലാൻ ചെയ്ത് ഇവരുടെ കയ്യിൽ വാളും ആയുധങ്ങളും എല്ലാം ഉണ്ടായിരുന്നല്ലോ. സ്വാഭാവികമായി തന്നെ ഇവർ അവിടെ കൊലപാതകം നടത്താൻ തന്നെ വന്നതാണ്. ആരോപണം തള്ളി BJP ജില്ലാ പ്രസിഡന്റ് VS സുരജ്. പെരുന്നാട്ടിൽ ഇന്നലെ രാത്രി ജിതിൻ എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. തന്റെ മകന് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ലെന്നും ടിപ്പർ ഉടമകളുടെ CITU സംഘടനയിൽ മകൻ അംഗത്വമുണ്ടെന്നും കേസിൽ 1-ാം പ്രതി നിഖിലേഷിന്റെ അമ്മ മിനി. എൻ്റെ കുഞ്ഞ് ഇന്ന് വരെ വയസ്സ് 30 ഉണ്ട്. ഒരു രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ അവൻ പോയിട്ടില്ല. പിന്നെ CITUവിൻ്റെ ടിപ്പർ അസോസിയേഷൻ ഉണ്ട്, അതിനകത്തിൽ അവൻ പോവായിരുന്നു. അതായത് കല്ലെടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ അവർക്ക് മുൻഗണന കിട്ടണമെന്നുള്ള ഒരു ഇതിൽ അങ്ങനെ ഒരു CITU അസോസിയേഷനിൽ മാത്രമേ പോയിട്ടുള്ളൂ. അല്ലാതെ പഠിക്കുന്ന കാലത്ത് ഒരു പാർട്ടിയിലും പോകത്തില്ല. ജിതിന്റെ കൊലപാതകത്തെ തുടർന്ന് സംഘർഷത്തിന് സാധ്യതയുള്ള മേഖലകളിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. റാന്നി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. 24 പത്തനംതിട്ട. മലയാള സിനിമാ മേഖലയിലെ തർക്കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് മുതിർന്ന താരങ്ങൾ. കളക്ഷൻ വിവരങ്ങളും താരങ്ങളുടെ പ്രതിഫല കണക്കും പുറത്തുവിടരുതെന്ന് മുതിർന്ന താരങ്ങൾ ആവശ്യപ്പെട്ടതായാണ് വിവരം. അതേസമയം തനിക്കെതിരെയുള്ള നിർമ്മാതാക്കളുടെ നിയമ നടപടിയിൽ തനിക്കൊപ്പം താരസംഘടനയുണ്ടെന്ന് അമ്മ മുൻ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല പ്രതികരിച്ചു. സിനിമാ മേഖലയിലെ തർക്കത്തിന് അയവില്ല. കഴിഞ്ഞ 14-നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിനെതിരെ ജയൻ ചേർത്തല രംഗത്തെത്തിയത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കടക്കെണിയിലായപ്പോൾ അമ്മയോട് പണം ചോദിച്ചിരുന്നുവെന്നും പലപ്പോഴായി പണം നൽകിയെന്നും ആ സംഘടനയിലെ അംഗങ്ങളോടാണ് ഈ പെരുമാറുന്നതെന്നും ജയൻ ചേർത്തല പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജയൻ ചേർത്തലയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചത്. ജയൻ ചേർത്തല നിരുപാധികം മാപ്പ് പറയണമെന്നാണ് വക്കീൽ നോട്ടീസിലെ ആവശ്യം. എന്നാൽ 1 രൂപയ്ക്ക് വേണ്ടി കള്ളം പറയേണ്ട ആവശ്യം തനിക്കോ അമ്മ സംഘടനയ്ക്കോ ഇല്ലെന്ന് ജയൻ ചേർത്തല. ഇക്കാര്യത്തിൽ അമ്മ സംഘടന തന്നെ മറുപടി നൽകുമെന്നും ജയൻ ചേർത്തല. ഞാൻ കള്ളത്തരം ഒന്നും ചേർത്തിട്ടില്ല. എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയല്ല, ഞാനൊരു സംഘടനയ്ക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. ആ സംഘടനയ്ക്ക് വേണ്ടി 1 രൂപ പോലും ആരെങ്കിലും തരാനുണ്ടെന്ന് കള്ളം പറയേണ്ട കാര്യം എനിക്കുമില്ല, സംഘടനയ്ക്കുമില്ല. അപ്പോൾ നമ്മൾ കള്ളം സംസാരിച്ചിട്ടില്ല. പിന്നെ അവർ വക്കീൽ നോട്ടീസ് അയച്ചതിന് നമ്മൾ മറുപടി അമ്മയിൽ നിന്ന് തന്നെ, കാരണം സംഘടന തന്നെയാണ് എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനുള്ള ഉത്തരം സംഘടന തന്നെ കൊടുക്കുമെന്ന് എനിക്ക് അഷ്വറൻസ് തന്നിട്ടുണ്ട്. ഇതിനിടയിൽ സിനിമകളുടെ കളക്ഷൻ വിവരങ്ങളും താരങ്ങളുടെ പ്രതിഫല കണക്കും പുറത്തുവിടുന്നതിൽ മുതിർന്ന താരങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് G സുരേഷ് കുമാറിനെ താരങ്ങൾ ഫോണിൽ വിളിച്ചു. എന്നാൽ ഫെബ്രുവരിയിലെ കണക്ക് പുറത്തുവിടുമെന്ന് പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. 24 ആലപ്പുഴ, കൊച്ചി. വയനാട് മാനന്തവാടി പിലാക്കാവ് കമ്പമലയിൽ വൻ കാട്ടുതീ. മലയ്ക്ക് മുകളിലെ പുൽമേട് പൂർണ്ണമായും കത്തിയമർന്നു. ജനവാസ മേഖലയിൽ നിന്നും ഏറെ അകലെയാണ് അഗ്നിബാധ. ഇന്നുച്ചയോടുകൂടിയാണ് പിലാക്കാവ് കമ്പമലയിൽ കാട്ടുതീ പടർന്നത്. മലയ്ക്ക് മുകളിലെ പുൽമേട് കത്തി അമരുകയായിരുന്നു. ചുറ്റുഭാഗത്തേക്കും തീ പടർന്നു പിടിച്ചത് ആശങ്കയ്ക്കിടയാക്കി. ഇവിടെയൊക്കെ പ്രദേശവാസികൾ ഇതാ 2-3 ഫാമിലി ഇവിടെ ഉണ്ട്, അപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് കടുവയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഈ മേഖല ഫുള്ളും ഉള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് 2-3 വീടുണ്ട് താഴെ ഭാഗത്തേക്ക്. പുൽമേടിനു താഴെ വനവും തേയില ഉൾപ്പെടെയുള്ള തോട്ടങ്ങളുമാണ്. ഇവിടേക്ക് തീ പടരാതിരിക്കാൻ വനംവകുപ്പ് വാച്ചർമാരും റാപ്പിഡ് റെസ്പോൺസ് ടീമും വലിയ പ്രയത്നമാണ് നടത്തുന്നത്. വയനാട് നോർത്ത് DFO മാർട്ടിൻ ലോവൽ
മാനന്തവാടി തഹസീൽദാർ രാമമൂർത്തി തുടങ്ങിയവർ സ്ഥലത്തെത്തി. ഫയർഫോഴ്സുകാർ ഇവിടെ എത്തിപ്പെടാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ഫോറസ്റ്റുകാർ താഴത്തെ ഭാഗം ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അറിയുന്നത്. മറ്റ് അവരുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാട്ടുതീ പടർന്ന സാഹചര്യത്തിൽ കൂടുതൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമോ എന്നാണ് ആശങ്ക. ഈ മേഖലയിൽ കടുവ ശല്യം ഇപ്പോൾ രൂക്ഷമാണ്. 24 വയനാട്. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്ന് നടപ്പിലാക്കുന്ന ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സംസ്ഥാനത്തെ ആദ്യ വീട് കൈമാറി. 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് താക്കോൽദാനം നിർവഹിച്ചു. കണ്ണൂർ ചെറുപുഴ കോലുവള്ളിയിലെ ജെസ്സി സുരേഷ് ദമ്പതികൾക്കാണ് വീട് നിർമ്മിച്ച് നൽകിയത്. കണ്ണൂർ ചെറുപുഴയിലെ ജെസ്സി സുരേഷ് ദമ്പതികളുടെ സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നത്തിന് സാക്ഷാത്കാരം. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്നൊരുക്കുന്ന 100 വീട് ഭവന പദ്ധതിയിലെ ആദ്യ വീടാണ് നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറിയത്. അർഹരായവർക്ക് കൈത്താങ്ങൊരുക്കാൻ കഴിയുന്നതിൽ അഭിമാനവും സന്തോഷവുമെന്ന് താക്കോൽദാനം നിർവഹിച്ച 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ്. 24നെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനാർഹമായിട്ടുള്ളൊരു സമയമാണ്. 100 വീടുകളാണ് നമ്മൾ നിർമ്മിച്ചു നൽകുന്നത്. അതിപ്പോൾ കണ്ണൂരിലെ ചെറുപുഴയിൽ കോലുവള്ളിയിലാണ് ആദ്യത്തെ മനോഹരമായിട്ടുള്ള ഈ മലയോര ഗ്രാമത്തിലാണ് ആദ്യത്തെ വീട് നൽകുന്നത്. അഭിമാനാർഹമായ നേട്ടമാണ്. മാധ്യമപ്രവർത്തനം ഓഫീസിലിരുന്ന് അല്ലെങ്കിൽ ചാനലിലിരുന്ന് പ്രവർത്തിക്കുക മാത്രമല്ല, താഴോട്ട് ഇറങ്ങി വന്ന് പാവപ്പെട്ട ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളൊരു ദൗത്യം കൂടിയാണ് 24 ഏറ്റെടുത്തത്. വാടക വീട്ടിൽ നിന്ന് ജെസ്സിയും സുരേഷും ഇനി സ്വന്തം വീടിന്റെ തണലിലേക്ക്. ഇത്രയും സ്വപ്നമല്ല ഇങ്ങനെ വരെ കിട്ടാന്ന് പറയുന്നത് തന്നെ. ഇതിന് സഹകരിച്ചവർക്കും 24നും എല്ലാവർക്കും വളരെയധികം നന്ദി. 24 കണക്ട് റീജിയണൽ കോർഡിനേറ്റർ മനോജ് മാവേലിക്കര, കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ ഷൈബി എന്നിവരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നിർവഹിച്ചത്. അത് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് പഞ്ചായത്ത്, വില്ലേജ്, ഇവിടെ നിന്നൊക്കെയുള്ള സഹകരണമാണ്. നമ്മളെ പേപ്പർ വർക്കുകളൊക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടന്നു. അതുകൊണ്ടാണ് നമുക്ക് വീട് പറയുന്ന സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അതിന് പ്രത്യേകം നന്ദി പറഞ്ഞേ പറ്റൂ. ഭവന പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 100 വീടുകളാണ് നിർമ്മിക്കുന്നത്. മറ്റിടങ്ങളിലെ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 24 കണ്ണൂർ. കോഴിക്കോട് ചേവരമ്പലത്തിന് സമീപം ദേശീയപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ കുഴിയിൽ വീണ് രഞ്ജിത്ത് മരിച്ച സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ കുടുംബം. അപകടമുണ്ടായത് NHAയുടെ അനാസ്ഥ കാരണം എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ബാരിക്കേഡ് ഉണ്ടായിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. ദേശീയപാത അതോറിറ്റിക്കാർ തിരിഞ്ഞു നോക്കിയില്ല എന്നും ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും രഞ്ജിത്തിന്റെ ഭാര്യ പ്രിയ 24നോട് പറഞ്ഞു. സ്വിഗ്ഗി ജീവനക്കാരനായ രഞ്ജിത്ത് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി ഉണ്ടായ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചിട്ട് ഇന്നേക്ക് 15 ദിവസം. ഇക്കാലയളവിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. അതിലും അനുകൂല സമീപനമുണ്ടായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. നിവേദനം കൊടുത്തതിൻ്റെ ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതില്ലെങ്കിൽ പിന്നെ ലീഗലായിട്ട് കേസ് ഫയൽ ചെയ്ത് പോകേണ്ടി വരും. അസ്വാഭാവിക മരണത്തിന് ആദ്യം ചേവായൂർ പോലീസാണ് കേസ് അന്വേഷിച്ചത്. പിന്നീട് അത് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. കുടുംബം പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ അന്വേഷണവും പുരോഗമിക്കുന്നില്ല. കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു രഞ്ജിത്ത്. 4.5 വയസ്സുള്ള മകളുണ്ട്. സ്വന്തമായി വീടില്ല. ധനസഹായം ലഭിച്ചാൽ മാത്രമേ ഈ കുടുംബത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. 24 കോഴിക്കോട്. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.